ഹലോ പോസിറ്റീവ് സോൾസ്, വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാരറ്റ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്കുള്ള നിങ്ങളുടെ സ്പിരിറ്റ്സ് ഗൈഡ്സ് നൽകുന്ന സന്ദേശങ്ങൾ എന്താണ് എന്നുള്ളതാണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സപ്പ് നമ്പറും മറ്റു ഡീറ്റെയിൽസും ആണുള്ളത്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം കേട്ടോ. സോ ഫസ്റ്റ് നമ്മളെ എല്ലാവർക്കും റീഡിങ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കുറച്ചധികം നാളത്തെ അവധിക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും വീഡിയോസ് ചെയ്ത് തുടങ്ങുന്നത്. ഒത്തിരി ബിഗ് തിങ്സ് ഹാപ്പൻഡ്, ബ്യൂട്ടിഫുൾ മൊമെന്റ്സ്. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു. അതിൻ്റെ സന്തോഷവും അതിൻ്റെ ഒത്തിരി കാര്യങ്ങൾ സംഭവിച്ചു വൺ ബൈ വൺ. അപ്പോൾ അതിൻ്റെയൊക്കെ കുറേ കാര്യങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോഴും പലതും പസിൽസ് ആ ഒരു എല്ലാം കറക്റ്റ് ഇതിലേക്ക് സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ അപ്പോൾ ഒരു വെക്കേഷൻ കൂടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് സമയത്തേക്ക്. അങ്ങനെ പല കാര്യങ്ങളൊക്കെ സംഭവിച്ചു പോയതുകൊണ്ട് ഒത്തിരി എന്തായാലും അതിലേക്ക് നമ്മൾ കൂടുതൽ കിടക്കുന്നില്ല. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. സോ പൈൽ നമ്പർ 1, നമ്മൾ ഈ ഒരു കളർ മെഴുകുതിരിയാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ പൈൽ നമ്പർ 1, അതല്ല ഇതാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ പൈൽ നമ്പർ 2, ആൻഡ് ലാസ്റ്റ് ഇതാണ് ചൂസ് ചെയ്യുന്നത് എങ്കിൽ പൈൽ നമ്പർ 3. സോ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം അധികം വൈകിക്കാതെ തന്നെ. സോ പൈൽ നമ്പർ 1 ആണ് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കുള്ള മെസ്സേജസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. സോ പൈൽ നമ്പർ 1, നിങ്ങൾക്കുള്ള മെസ്സേജസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്കുള്ള സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങൾക്ക് നൽകുന്ന സന്ദേശങ്ങൾ പൈൽ നമ്പർ 1. ഓക്കെ, സോ ബഫല്ലോ സ്പിരിറ്റ് ആൻഡ് ബട്ടർഫ്ലൈ സ്പിരിറ്റ് ആണ് വന്നിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ എനർജി പൈൽ നമ്പർ 1. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ബഫല്ലോ സ്പിരിറ്റ് ആണ് വന്നിരിക്കുന്നത്. സോ ഈ ഒരു എനർജി നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ ഒരു പ്രപഞ്ചശക്തി നൽകുന്നത് സമൃദ്ധിയും ഐശ്വര്യവും തന്നെയാണ് എന്നുള്ളതാണ്. ഈ ഒരു സ്പിരിറ്റ് എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഓർമ്മപ്പെടുത്തലാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അമേസിംഗ് മാനിഫെസ്റ്റേഷൻ സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു മാനിഫെസ്റ്റേഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒന്ന് നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡാണ്. അതായത് നിങ്ങൾ നന്ദി പ്രകടിപ്പിക്കുക. നിങ്ങൾ ലൈഫിൽ ചെയ്തിട്ടുള്ള നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുന്നതിലൂടെ ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങളിലേക്ക് എത്തേണ്ടുന്ന കാര്യങ്ങൾ, ആ ഒരു അബണ്ടൻസ്, ഒരു സമൃദ്ധി നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തിക്കുന്നു എന്നുള്ളതാണ്. വളരെയധികം എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു സാധ്യതയാണ് ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണുന്നത്. നിങ്ങളുടെ മൈൻഡ് സെറ്റ്, നമ്മൾ പറയും ചില ആളുകളിൽ ഭയങ്കര നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ എല്ലാവരിലും ഇടയ്ക്കിടയ്ക്ക് നെഗറ്റീവ് വൈബ് നമ്മളിലേക്ക് വരാറുണ്ട്. അത് നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യുക, നമ്മൾ സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടിരിക്കുക ഒക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇവിടെ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഒരു സ്കാർസിറ്റി മൈൻഡ് സെറ്റ് അല്ല, മറിച്ച് ഒരു സ്പ്ലെൻഡിഡ് അബണ്ടൻസ് മൈൻഡ് സെറ്റ് ആണ് നിങ്ങളിലേക്കുള്ളത്. അപ്പോൾ ഈ ഒരു എനർജി, ഇപ്പോൾ ബഫല്ലോ എനർജി, നമ്മൾ ടാരറ്റ്സ് അല്ലെങ്കിൽ ഇതുപോലുള്ള നമ്മളിപ്പോൾ ചെയ്യുന്ന ടാരറ്റ്സോ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്രിസ്റ്റൽസ് റീഡിങ്സ്, ഈ ഒരു പല കാര്യങ്ങളും ഒരു സൗത്ത് അമേരിക്കൻ ആൻസിസ്ട്രി ബന്ധപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അതിൽ നമ്മൾ ബഫല്ലോ എന്ന് പറയുന്നത് ഒരു സിമ്പിളാണ്, അബണ്ടൻസിന്റെ സിമ്പിളായിട്ടാണ് കരുതുന്നത്. അതായത് എത്രത്തോളം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുന്നു, അത്രത്തോളം നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും നിങ്ങൾ നേടിയെടുക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു എനർജി നിങ്ങൾക്ക് തരുന്ന സന്ദേശം എന്ന് പറയുന്നത്. നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു സമൃദ്ധി വരുമ്പോൾ, ആദ്യം തന്നെ പറയും, പല കാര്യങ്ങളും പലരുടെയും ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ചെറിയ സന്തോഷം വരുമ്പോൾ ആളുകൾ പലരും പറയാറുള്ളതാണ്, കൊച്ചു സന്തോഷം വരുമ്പോൾ ഇതൊക്കെ എന്താ ആഘോഷിക്കാനാ എന്നുള്ളത്, വലിയ സന്തോഷമല്ലേ ആഘോഷിക്കണ്ടേ എന്ന് പറയും. അങ്ങനെയല്ല, കൊച്ചു കാര്യമാണ് എന്ന് വെച്ചിട്ട് വലിയ എന്തെങ്കിലും പാർട്ടി അതങ്ങനെ എന്തെങ്കിലും നടത്തി അല്ലെങ്കിൽ വലിയ രീതിയിൽ ആഘോഷിക്കുക എന്നുള്ളതല്ല. അപ്പോൾ ചെറിയൊരു കൊച്ചൊരു മധുരം, ഒരു
പീസ് ഓഫ് കേക്ക് അല്ലെങ്കിൽ ചെറുതായിട്ട് എന്തെങ്കിലും മധുരമുള്ളത് ഒരു മിഠായി ആണെങ്കിലും വാങ്ങിച്ചു കഴിക്കുക. അതൊരു മധുരമാണ്, അതൊരു സെലിബ്രേഷൻ ആയിട്ട് കരുതിയിട്ട് നിങ്ങൾക്ക് തന്നെ ഒരു ഗിഫ്റ്റ് കൊടുക്കുക. കാരണം അതിലൂടെയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ പ്രപഞ്ചശക്തി നൽകിയിട്ടുള്ള അബണ്ടൻസ് അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ലൈഫിലുള്ളതിനെ എത്രത്തോളം അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. ഇത് പല ആളുകളും പറയാറുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഇവിടെ ഒന്നും നടക്കില്ല, എൻ്റെ ജീവിതത്തിൽ എന്നും ഇങ്ങനെയാണ്, എനിക്കിതൊന്നും ശരിയാവില്ല. അപ്പോൾ ചില ആളുകൾ പറയാറുണ്ട്, വീഡിയോസ് കാണുമ്പോൾ വളരെ റെയർ നമ്മളുടെ വീഡിയോസിലൊക്കെ കൂടുതലും നമ്മുടെ വളരെ ലോയലായിട്ടുള്ള ഓഡിയൻസ് ആണ്. കാരണം നമ്മൾ ഈ ചാനൽ തുടങ്ങിയിട്ട് നമുക്ക് ആരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും തന്നെ കണ്ട് വന്നിട്ടുള്ളവരാണ്. പരിചയമുള്ള ആരും തന്നെ സബ്സ്ക്രൈബേഴ്സ് ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ സ്വയം സബ്സ്ക്രൈബ് ചെയ്ത് വന്നതുകൊണ്ട് തന്നെ എല്ലാവരും ആ ഒരു രീതിയിലാണ് കാണുന്നത്. അപ്പോൾ അതിൽ ചുരുക്കം ചില ആളുകൾ ചില സമയത്ത് നെഗറ്റീവ് ലൈഫ് അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു വൈബ് എന്ന് പറയാറുണ്ട്, ഇതൊക്കെ നടക്കുമോ എന്നുള്ളത് ചിലപ്പോഴെങ്കിലും. അപ്പോൾ അത് നമ്മൾ പറയേണ്ടുന്നത് നിങ്ങളുടെ ലൈഫിലുള്ള അബണ്ടൻസിനെ അപ്രീഷിയേറ്റ് ചെയ്യുക. നിങ്ങളുടെ ലൈഫിൽ അബണ്ടൻസ് എന്താണ് നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക. ചില ആളുകൾക്ക് ലവ് ആയിരിക്കും, നിങ്ങളുടെ ജീവിതത്തിൽ പ്രണയം, നിങ്ങളുടെ ഭാര്യ, ഭർത്താവ്, കുട്ടികൾ, അച്ഛനമ്മ, സഹോദരങ്ങൾ, ആരും പോകും. അല്ലെങ്കിൽ അബണ്ടൻസ് എന്ന് പറഞ്ഞാൽ പൈസ എന്നുള്ള രീതിയിലേക്ക് മാത്രം കാണാതിരിക്കാം. മാനിഫെസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു ടൈം, പവർഫുൾ ടൈമാണ്. ഇപ്പോൾ ലൂണാർ എക്ലിപ്സ്, പൈസസ് എനർജി, ലിബ്ര റിലേറ്റഡ് ആയിട്ടുള്ള അങ്ങനെ 2 ഇക്വിനോക്സ്, അതേപോലെ തന്നെ പല കാര്യങ്ങളും അസ്ട്രോളജി ബേസിസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. വണ്ടർഫുൾ എനർജി, പോസിറ്റീവ് എനർജിയാണ്. പലരും ലയൺ ഗേറ്റ് പോർട്ടൽ മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടുള്ളവരുടെയൊക്കെ മാനിഫെസ്റ്റേഷൻ റിയാലിറ്റി ആയിട്ട് മാറുന്ന സമയമാണ്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു സമയം ഗേറ്റഡ് പോർട്ടൽ മാനിഫെസ്റ്റേഷൻ റിയാലിറ്റി ആകാൻ പോകുന്ന സമയം കൂടിയിട്ടാണെന്ന് പറയാം. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറഞ്ഞാൽ ബി ഗ്രേറ്റ്ഫുൾ, ബി അപ്രീഷിയേറ്റീവ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളുടെ ഇന്റൻഷൻസ് ലൈഫിൽ മിറാക്കിൾ സംഭവിക്കുന്ന കാര്യം കൂടിയിട്ട് ലൈഫിലേക്ക് സംഭവിക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ്. ഇത് സ്പിരിറ്റ് ഓഫ് പ്രൊട്ടക്ഷൻ കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു എനർജിയെ കാണുന്നത്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ലൈഫിന് ചുറ്റും എന്തെങ്കിലും നെഗറ്റീവ് സിറ്റുവേഷൻസ് ഉണ്ട് എങ്കിൽ അതിലൊരു പ്രൊട്ടക്റ്റീവ് കവറിങ് ഉണ്ടാകുന്നുണ്ടാവും. യൂണിവേഴ്സ് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ സ്ട്രെസ് ചെയ്യാതിരിക്കുക. ഡോണ്ട് ഫീൽ സോറി അബൌട്ട് യുവർ സെൽഫ്. നിങ്ങളെക്കുറിച്ചിട്ട് ആലോചിച്ചിട്ട് ഇങ്ങനെയായല്ലോ എന്നതിനേക്കാൾ കൂടുതൽ ഐ ആം ഇനഫ് എന്നുള്ളൊരു എനർജി ഉണ്ടല്ലോ, അത് ചിന്തിക്കുക. സ്ട്രെസ്സോ ഫീലിംഗ് നെഗറ്റീവ് അതൊക്കെ മാറ്റിവെക്കുക. കാരണം സെൽഫ് പിറ്റിയൊക്കെ നിങ്ങളുടെ ഉള്ളിലേക്ക് നമ്മളിങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞു, നമ്മുടെ ജീവിതത്തിൽ സ്ട്രെസ് എടുത്തുകൊണ്ട് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ എന്ന് പറയാറുണ്ട്. മാറ്റം വരുന്നില്ല എങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് സ്ട്രെസ് എടുക്കുന്നത്? കാരണം അത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അതുകൊണ്ടിട്ട് എന്തെങ്കിലും നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല എങ്കിൽ, ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടാകുന്നില്ല എങ്കിൽ പിന്നെ അത് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഇവിടെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്. പിന്നെ നെക്സ്റ്റ് എനർജി ആൻഡ് സ്പിരിറ്റ് ആണ്. സോ വർക്ക് ഹാർഡ്, നിങ്ങൾ വർക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ടുള്ള ഫലം ലഭിക്കുന്ന സമയം കൂടിയാണ്. അപ്പോൾ ഇവിടുത്തെ എനർജി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനർജിയാണ്. ബിക്കോസ് മാനിഫെസ്റ്റേഷൻ ആൻഡ് ടീം വർക്ക്, ഹാർഡ് വർക്ക് എനർജിയാണ്. അപ്പോൾ എനർജി ബാൻഡ് എന്ന് പറയുന്ന ഹാർഡ് വർക്കാണ്. നമുക്കറിയാം സ്വന്തം ഭാരത്തേക്കാൾ എത്രയോ ഇരട്ടി താങ്ങാൻ അല്ലെങ്കിൽ എടുത്തു പൊക്കാനുള്ള കഴിവുള്ള ഒരേയൊരു ജീവി എന്ന് പറയുന്നത് ഉറുമ്പാണ്. അപ്പോൾ അത്രയും ഹാർഡ് വർക്ക് നിങ്ങൾ ചെയ്യുന്നുണ്ട്. അത് ഇതുവരെ ഒന്നും ഫലം ലഭിച്ചിട്ടില്ല എങ്കിൽ അതിനുള്ള ഫലം ലഭിക്കുന്ന സമയമാണ്. അപ്പോൾ അത് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലായിരിക്കും, പ്രൊഫഷണൽ ലൈഫിലായിരിക്കും, സോഷ്യൽ പൊളിറ്റിക്സിലൊക്കെ ഉള്ളവർക്ക് പ്രത്യേകിച്ച് വളരെ നല്ല സ്ട്രോങ് എനർജി. ടീം വർക്കാണ് പറയുന്നത്. അപ്പോൾ ടീം ബിൽഡിംഗ് ആണ്. അതേപോലെ തന്നെയാണ് ഈ ഉറുമ്പിന്റെ എനർജി ആൻഡ് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? കോർഡിനേഷൻ ആണ്. നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അവർ തമ്മിലുള്ള കണക്ഷൻ. അപ്പോൾ ഓരോന്നും എത്ര നല്ല രീതിയിലാണ് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ അതുപോലെ ആണ് നിങ്ങളുടെ കണക്ഷൻസ് വരുന്നത്. കാരണം ഇവിടെ നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ എനർജി ആയതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രത്യേകിച്ച് വലിയ രീതിയിലൊന്നും നിങ്ങൾ എഫേർട്ട് ഇടാതെ തന്നെ നിങ്ങളുടെ ചുറ്റുമുള്ളവർ നിങ്ങളായിട്ട് നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യുന്നു, നല്ല രീതിയിൽ ടീം വർക്ക് നടത്തുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു എനർജി ആൻഡ് എനർജി എന്ന് പറയുന്നത് ഇത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്, ടീം വർക്ക്, ഹാർഡ് വർക്ക്. അപ്പോൾ ഈ ഒരു ഹാർഡ് വർക്ക് നമ്മൾ പറയും വെറുതെ ഒറ്റയ്ക്ക് നമ്മളായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ മാത്രമായിട്ട് ചെയ്തതുകൊണ്ടൊന്നും ഒരു മാറ്റവും സംഭവിക്കാത്ത ഇടങ്ങളിൽ മറ്റാളുകൾ നിങ്ങളോടൊപ്പം നിൽക്കുമ്പോൾ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് എങ്കിൽ അങ്ങനെയുള്ള ആളുകളുമായിട്ട് കണക്ഷൻസ്, ഇത് ഇവിടെ സൂചിപ്പിക്കുന്ന നിങ്ങൾ ചില ആളുകൾ പൊളിറ്റീഷ്യൻസ് അല്ലെങ്കിൽ ഹൈലി ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളുകളായിട്ട് കണക്ഷൻ വയ്ക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ഇന്റൻഷൻസ്
നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുക, എന്തിനു വേണ്ടിയിട്ടാണോ പരിശ്രമിക്കുന്നത്, അത് ഒരു സത്യത്തിലേക്ക്, അതായത് ഒരു എന്താണ് ആഗ്രഹിക്കുന്നത് അത് സത്യമായി തീരുന്നു. റിയാലിറ്റി, നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഡിസയേഴ്സ് റിയാലിറ്റി ആയിട്ട് മാറുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ വളരെ ഈ ഒരു സമയം അതേപോലെ ടീം വർക്ക് ആണെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ ആൻഡ് പറയുന്നത് ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഓസ്പീഷ്യസ് ആയിട്ടുള്ള സമയമാണ് സഹായങ്ങൾ ചോദിക്കാം. അപ്പൊ നിങ്ങളുടെ അവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് സഹായങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അത് ചോദിക്കുക. ഇതുവരെ ചിലപ്പോൾ സഹായം കിട്ടിയിട്ടുണ്ടാവില്ല എന്ന് വെച്ച് ഇനി കിട്ടില്ല എന്നുള്ളതല്ല. പ്രത്യേകിച്ച് നിങ്ങൾ എന്തെങ്കിലും ജോലി സംബന്ധമായിട്ട് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ആളുകളായിട്ട് സഹായം ചോദിക്കുന്ന അവസ്ഥയൊക്കെ കാണുന്നുണ്ട്. സഹായം ലഭിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അതേപോലെ ടീം വർക്ക് ഇവിടെ നല്ല രീതിയിൽ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ജോലിയിലാണെങ്കിൽ വലിയ രീതിയിൽ ടീം വർക്ക് ഒന്നും നടക്കാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ടീം വർക്കിലൂടെയാണ് നിങ്ങൾക്ക് വിജയം കാണിക്കുന്നത്. ഒറ്റയ്ക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിന്നിട്ടുള്ള ഒരു സാഹചര്യമല്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബിസിനസ് ആണെങ്കിലും നിങ്ങളുടെ കൂടെയുള്ളവർ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അവരെയും സപ്പോർട്ട് ചെയ്യുക. കാരണം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഉള്ളൊരു സപ്പോർട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതേപോലെ ഇൻ ജനറൽ പറയുമെങ്കിൽ എവറിത്തിങ് ഇസ് വർക്കിംഗ് ടു സപ്പോർട്ട് യു. അതായത് യൂണിവേഴ്സ് ആണെങ്കിലും നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളാണെങ്കിൽ ആ ഒരു പ്രപഞ്ചശക്തിയോ നിങ്ങളുടെ കൂടെയുള്ള വ്യക്തികളോ ജീവികൾ വരെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണാം. കാരണം നിങ്ങൾ ചില സിറ്റുവേഷൻസിൽ നോക്കുമ്പോൾ ചില ജീവജാലങ്ങൾ നിങ്ങൾക്കൊരു ക്ലൂ ആയിട്ട് തരുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെയല്ല എന്നുള്ളതിന്റെ ഒരു തെളിവ് നിങ്ങൾക്ക് നൽകും. ഒരു നിയോഗം എന്നൊക്കെ നമ്മൾ ചില സിറ്റുവേഷൻസ് പറയും. ഒരു നിയോഗം എന്നുള്ളതല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങളുടെ നിയോഗം എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഒരു സൈൻ, ഒരു സിങ്ക്രണിസിറ്റീസും സൈൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഒരു സിറ്റുവേഷൻ. കാരണം ബട്ടർഫ്ലൈ സ്പിരിറ്റ് ആണ്, ട്രാൻസ്ഫോർമേഷൻ ആണ്, ഹ്യൂജ് ട്രാൻസ്ഫോർമേഷൻ. കാരണം നമ്മൾ ബട്ടർഫ്ലൈ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മൾ പാട്ട് തന്നെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തുള്ള പുഴുവിൽ നിന്ന് പൂമ്പാറ്റയായിട്ട് മാറുന്ന ഒരു സാഹചര്യം. അതായത് പുഴു എന്ന് കാണുമ്പോൾ നമ്മൾ കുറച്ചു പേർക്കെങ്കിലും പുഴു എന്ന് പെട്ടെന്ന് കാണുമ്പോൾ അതൊരു അത്ര സുഖമായിട്ട് തോന്നുന്ന ഒരു ജീവിയല്ല. പക്ഷേ ആ ഒരു പുഴുവിൽ നിന്ന് പൂമ്പാറ്റയായിട്ട് മാറി ആ ഒരു പൂമ്പാറ്റ ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു ട്രാൻസ്ഫോർമേഷനാണ് നിങ്ങൾ വലിയ രീതിയിൽ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു വ്യക്തിയായിരുന്നിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ത്രോട്ട് ചക്ര ബാലൻസ് ആയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഉള്ള ഒരു വ്യക്തിയായിരുന്നിരിക്കില്ല, നിങ്ങൾക്ക് സംസാരിക്കാൻ അത്രയും നല്ല കോൺഫിഡൻസ് ഉണ്ടായി കാണില്ല. അങ്ങനെ പല പല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യത്തിൽ നിന്നൊക്കെ മാറി വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട്, വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് ലൈഫിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു അത് വളരെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എനർജി എന്ന് തന്നെ പറയാവുന്ന ഒരു കാര്യം നമ്മൾക്ക് ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണിക്കുന്നുണ്ട്. ആൻഡ് ബട്ടർഫ്ലൈ എനർജി എന്ന് പറയുമ്പോൾ ലൈഫ് ഇസ് ബിക്കമിങ് ബ്യൂട്ടിഫുൾ. നിങ്ങളുടെ ലൈഫ് ഇപ്പോൾ ബ്യൂട്ടിഫുൾ ആണെന്നുള്ളതല്ല, ഇല്ല എന്നുള്ളതല്ല, ഇപ്പോഴും ലൈഫ് ബ്യൂട്ടിഫുൾ ആണ്. ബട്ട് യു കാൺ സീ, നിങ്ങൾക്ക് ആ ഒരു ബ്യൂട്ടി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ സൗന്ദര്യം നിങ്ങൾ മനസ്സിലാക്കിയത് അത് നിങ്ങൾ ആസ്വദിക്കുകയാണ്, അത് അപ്രീഷിയേറ്റ് ചെയ്യാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ്. അത് അപ്രീഷിയേറ്റ് ചെയ്യുക കൂടി ചെയ്യുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു എനർജി, ബട്ടർഫ്ലൈ എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിക്കുന്നത്. ഈ ഒരു എനർജി ഷിഫ്റ്റ് ആണ് ഇത് സൂചിപ്പിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാണ്. അപ്പോൾ എങ്ങനെയാണോ ബട്ടർഫ്ലൈ പുഴുവിൽ നിന്ന് പൂമ്പാറ്റയായിട്ട് മാറുമ്പോൾ പൂമ്പാറ്റ പറന്നുയരുകയാണ്. പിന്നെ അതിന്റെ പാസ്റ്റ് ലൈഫ്, കഴിഞ്ഞ കാലം വിട്ടിട്ട് അത് പുതിയൊരു ലോകത്തിലേക്ക് പോകണം. അതൊരു പുതിയ ജീവി തന്നെയായി മാറണം. അപ്പോൾ ലൈഫിൽ ടോട്ടൽ ട്രാൻസ്ഫോർമേഷനാണ്. അപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ വിട്ടിട്ട് ഇനി നിങ്ങൾക്ക് ഈ പഴയത് എന്താണോ ഫിറ്റ് ആവാത്തത് അത് വിട്ടിട്ട് പുതിയൊരു ലോകത്തിലേക്ക് തന്നെ നിങ്ങൾ കടക്കുകയാണ്. ചില ആളുകൾ അത് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആയിരിക്കാം, ചില ആളുകൾ ബന്ധങ്ങളായിരിക്കാം, റിലേഷൻഷിപ്പ് വിട്ടിട്ട് പോകുന്നതായിരിക്കാം, ഡിവോഴ്സ് ആയിരിക്കാം, മറ്റു ചിലർ വർക്കാവാം, നിങ്ങളുടെ കരിയർ ടോട്ടലി വിട്ടിട്ട് പോകുന്നു എന്നുള്ളൊരു സിറ്റുവേഷനും കൂടിയിട്ടാവാം. അപ്പോൾ ലെറ്റ് ഗോ ചെയ്യുന്ന എനർജിയും ആവാം ചില ആളുകൾക്ക്. അപ്പോൾ ചിലവർക്ക് അത് ഒരു ഹീലിംഗ്, ഒരു സ്പിരിച്വൽ ഹീലിംഗ് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നു എന്നുള്ളതാണ്. ആ ഒരു സ്പിരിച്വൽ ഹീലിംഗ് നിങ്ങളുടെ ലൈഫിൽ വളരെയധികം ചേഞ്ചസ് കൊണ്ടുവരുന്നു എല്ലാ അർത്ഥത്തിലും എന്നുള്ളത് കൂടിയിട്ട് ആണ് നമ്മൾ ഇവിടെ കാണുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റീഡിംഗ് ആയിരുന്നു. എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി നമുക്ക് പൈൽ നമ്പർ
2ലേക്ക് കിടക്കാം. സോ പൈൽ നമ്പർ 2. പൈൽ നമ്പർ 2 നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ പൈൽ നമ്പർ 2, സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം. പൈൽ നമ്പർ 2, പൈൽ നമ്പർ 2. Okay, Lion Spirit, Rhino Spirit, strong energy ആണ് pile number 2. Womb Pat, okay, Womb Pat Spirit, ഫസ്റ്റ് എനർജി നിങ്ങളുടെ ഒരു സ്ട്രോങ് ഫീലാണ്, ഒരു സ്ട്രെങ്ത് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണിക്കുന്നത്. സ്ട്രോങ് ബോൾഡ് എനർജി, ലയൺ ആൻഡ് റൈനോ സ്പിരിറ്റ്. ഒന്നിനും നിങ്ങളെ തടയാൻ പറ്റില്ല. നിങ്ങളുടെ എനർജി ഇസ് ഐ ആം ദ കിങ് അല്ലെങ്കിൽ ഐ ആം ദ ക്വീൻ എനർജിയാണ്. ഞാനാണ് എല്ലാത്തിനും മുകളിൽ എന്നുള്ള ആ ഒരു അഹം എന്നുള്ളൊരു ഭാവമല്ല, എൻ്റെ ജീവിതത്തിൽ ഞാനാണ് രാജാവ് എന്നുള്ളൊരു എനർജി ഉണ്ടല്ലോ. അതായത് ചില ആളുകളുടെ ലൈഫിൽ അവർക്ക് വേണ്ടിയിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നത് മറ്റുള്ളവരായിരിക്കാം. അവർക്ക് സ്വയം തീരുമാനങ്ങൾ എടുക്കാൻ ഭയമായിരിക്കും. അപ്പോൾ ചിലപ്പോൾ അത് അച്ഛനമ്മമാരായിരിക്കും, സഹോദരങ്ങളായിരിക്കും, ഭാര്യയോ ഭർത്താവോ ആയിരിക്കാം. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവർ തീരുമാനം എടുക്കുമ്പോൾ നിങ്ങൾ തീരുമാനം എടുക്കാതിരിക്കുന്നത് നിങ്ങൾക്ക് അതിനുള്ള കഴിവില്ലാഞ്ഞിട്ടല്ല, മറിച്ച് നിങ്ങൾക്ക് ഭയമാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ. ആ തീരുമാനം തെറ്റിപ്പോയാൽ എന്ത് പറ്റുമെന്നുള്ളത്. പക്ഷെ അതേസമയം തന്നെ മറ്റുള്ളവർ തീരുമാനം എടുക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ അത് വേണ്ട എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ കൂടി നിങ്ങളത് പറയില്ല. മാത്രമല്ല ആ തീരുമാനം തെറ്റാണെന്ന് പിന്നീട് ജീവിതത്തിൽ അനുഭവിക്കുമ്പോഴും നിങ്ങൾ ഒരിക്കലും അവരെ തിരിച്ച് കുറ്റം പറയാൻ പറ്റില്ല. കാരണം നിങ്ങളായിട്ട് അത് അനുവദിച്ചു കൊടുത്തത് കൊണ്ടാണ് അവർ നിങ്ങളുടെ ജീവിതത്തിന്റെ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ നിങ്ങളുടെ എനർജിയിലേക്ക് ലയൺ സ്പിരിറ്റ് ആണ് വന്നത്. ലയൺ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബോൾഡ് എനർജി സ്പിരിറ്റ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ബോൾഡ് എനർജി സ്പിരിറ്റ് എന്നുള്ള രീതിയിൽ മാത്രമല്ല ഇവിടെ. കാരണം ലയോൺ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം എന്താണ്, സിംഹം, ആ ഒരു എനർജി അറിയാലോ. ആ ഒരു എനർജി മാത്രമല്ല, ഒരു പ്രൈഡ് അല്ലെങ്കിൽ ആ ഒരു ഞാൻ എന്ന ഭാവം അല്ലെങ്കിൽ വളരെയധികം ആ ഒരു എനർജി മാത്രമല്ല, ഈ ഒരു ലയൺ സ്പിരിറ്റ് സൂചിപ്പിക്കുന്ന ഒരു ഒത്തന്റിക് സെൽഫാണ്. അതായത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തി, നിങ്ങൾ ആരാണ്, എന്താണ്, നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ തീരുമാനങ്ങൾ എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ, അതായത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഒക്കെ നിങ്ങൾ നോക്കി കണ്ട് മനസ്സിലാക്കി കാര്യങ്ങൾ മുന്നോട്ടേക്ക് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള രീതിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ കയ്യിൽ എല്ലാം ഉണ്ട്. അതായത് നമ്മൾ പറയും റിസോഴ്സസ് എല്ലാം നിങ്ങളുടെ കയ്യിലുണ്ട്. എന്നിട്ടും നിങ്ങൾ മടിക്കുന്ന കാര്യത്തിലേക്ക് നിങ്ങൾ ഇപ്പോൾ ധൈര്യത്തോടു കൂടിയിട്ട് ഇറങ്ങി ചെല്ലുന്ന ഒരു സിറ്റുവേഷനാണ്. ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ പലതും പഠിക്കുന്ന സമയമാണ്, പലതും അനുഭവങ്ങൾ ഉണ്ടാക്കുന്ന സമയമാണ്, എക്സ്പീരിയൻസസ് ഉണ്ടാക്കുന്ന സമയമാണ്. നിങ്ങൾ വളരെയധികം പ്രൗഡാണ്. പക്ഷെ അതേസമയം തന്നെ എന്താ പറയുക, അഹം എന്നുള്ള രീതിയിൽ, അഹങ്കാരം എന്നുള്ള രീതിയിലല്ല, മറിച്ച് ഹംബിളാണ്. അതേസമയം തന്നെ നിങ്ങൾ നിങ്ങളുടെ വില മനസ്സിലാക്കുന്നു, നിങ്ങൾക്ക് സ്വയം വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അഭിമാനമുണ്ട്, അഹംഭാവമല്ല ഉള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ഞാൻ മാത്രമാണ് എനിക്ക് മുകളിൽ എന്നുള്ള രീതിയിൽ വേറെ ആരുമില്ല എന്നുള്ളതല്ല. നിങ്ങൾ ചിന്തിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാനാണ് രാജാവ്, എൻ്റെ ജീവിതത്തിൽ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് നോക്കുന്നത്, അതിന് ഞാൻ മറ്റാരെയും അനുവദിക്കുന്നില്ല എനിക്ക് വേണ്ടി തീരുമാനമെടുക്കാൻ. പക്ഷേ എനിക്ക് മുകളിൽ ആരുമില്ലെന്നോ എല്ലാവരും എൻ്റെ താഴെയാണെന്നോ എല്ലാവരും എൻ്റെ മുകളിലാണെന്നോ ഞാൻ ചിന്തിക്കുന്നില്ല. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള സ്ഥാനമുണ്ട്. ഈ ഒരു ലോകത്തിൽ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള സ്ഥാനമുണ്ട്. അപ്പോൾ എൻ്റെയും സ്ഥാനം എനിക്കുണ്ട് എന്ന് ചിന്തിക്കുകയാണ് ഇവിടെ. നിങ്ങളൊരു ബ്ലെസ്സിങ് ആണെന്ന് പലരിൽ നിന്ന് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റുമോ, അല്ല മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതൊരു സാമൂഹ്യ സേവനം എന്നുള്ള രീതിയിൽ പറയണമെങ്കിൽ അങ്ങനെ പറയാം. അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണുമ്പോൾ സങ്കടങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെയോ ചെയ്യുന്നു മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ നിന്ന് മാറി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ എങ്ങനെയാണ് എന്നുള്ളൊരു ചിന്തയിൽ നിങ്ങൾ
ഒതുങ്ങി നിൽക്കാതെ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്, മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, സഹായങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഒരു പൊസിഷൻ നിങ്ങൾക്ക് വരുന്നുണ്ട്, ഒരു വളരെ ഹൈ പൊസിഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. അത് നിങ്ങൾ പ്രൊഫഷണലി കരിയറിൽ പറയുകയാണെങ്കിൽ വലിയൊരു പൊസിഷൻ, നല്ലൊരു സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ഒരു ലീഡർഷിപ്പ് പൊസിഷനിലാണ്. അപ്പോൾ എനിക്കിത് ചെയ്യാൻ പറ്റുമോ, എനിക്ക് ലീഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചിന്തയുടെ ആവശ്യമേ ഇല്ല. നിങ്ങളെക്കൊണ്ട് പറ്റുമെന്ന് മനസ്സിലാക്കുക. പക്ഷേ നിങ്ങളുടെ ലൈഫിൽ ചില ആളുകൾക്ക് നിങ്ങൾ ഓൾറെഡി ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവാം. ചിലപ്പോൾ നിങ്ങളൊരു നല്ല പൊസിഷനിലായിരിക്കും, പക്ഷെ നിങ്ങൾ ഒരിക്കലും നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നതായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ചെയ്തു എന്നുള്ള രീതിയിലോ അങ്ങനെയൊക്കെയുള്ളൊരു, അതായത് നല്ല രീതിയിലൊരു അപ്രിസിയേഷൻ നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു തോന്നൽ നിങ്ങളുടെ ലൈഫിലുണ്ട്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷെ ഒരു അറ്റൻഷൻ, ഒരു അപ്രിസിയേഷൻ, നിങ്ങൾ നന്നായിട്ട് ചെയ്തു എന്നുള്ളൊരു വാക്ക് മതിയാവാം. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് നിങ്ങൾ അർഹിക്കുന്ന ആ ഒരു അംഗീകാരം കിട്ടുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ചിന്തിക്കുക. ഇപ്പോൾ ആ ഒരു കമ്പനി, ആ ഒരു ജോലിയിൽ എത്ര നാളായി, കുറച്ചധികം നാളായിട്ടും വേണ്ടുന്ന ഒരു പരിഗണന ഇല്ല എങ്കിൽ അവിടെ തുടരുന്നതിൽ അർത്ഥമില്ല. മറ്റു ജോലിയിലേക്ക് നോക്കുക. ചില ആളുകൾക്ക് ജോലി മാറാൻ ആപ്ലിക്കേഷൻ അയക്കണം, ജോലി മാറാൻ നടക്കണം, ആ ഒരു ചിന്ത കൊണ്ട് മാത്രം ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ വലിയ അപ്രീഷിയേഷൻ കിട്ടാത്ത ജോലിയിൽ നിൽക്കുന്നവരുണ്ട്. നിങ്ങൾ ആ ജോലിയിൽ നിന്ന് മാറാൻ ശ്രമിക്കുക എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ. മറ്റുള്ളവരോട് കൈൻഡ് ആയിട്ടിരിക്കുക, ജനറസ് ആയിട്ടിരിക്കുകയും അതേസമയം തന്നെ നിങ്ങളിൽ വിശ്വാസം അർപ്പിക്കുക എന്നുള്ളതാണ്. ഇവിടുത്തെ എനർജിയിൽ ചില ആളുകൾ കുറച്ച് കൂടുതൽ സോഫ്റ്റ് ആവുന്നുണ്ട്, മറ്റു ചിലർ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഈ കൂടുതൽ സോഫ്റ്റ് ആയിട്ടുള്ളവരോട് പറയാനുള്ളത്, സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത് നല്ലതാണ്, പക്ഷേ നിങ്ങളുടെ ലൈഫ് കളഞ്ഞിട്ടാവരുത്. അപ്പോൾ സ്ട്രോങ് ആയിട്ട് ഡിസിഷൻ എടുക്കേണ്ടുന്ന സമയമാണ്. ആ ഒരു ഡിസിഷൻ ഇവിടെ എടുക്കുക എന്നുള്ളതാണ്. ഇത് റൈനോ എനർജിയാണ്. റൈനോ എനർജി നമുക്ക് ഫോക്കസ് ആണ്. സോ അതിന്റെ ഫോക്കസ്, അതിന്റെ മുമ്പിലുള്ള ഫോക്കസ് എന്താണോ, ചുറ്റിനും അപ്പുറത്തിപ്പുറത്തും എന്തൊക്കെ സംഭവിച്ചാലും ആ ഫോക്കസ് മാറില്ല. അപ്പൊ നമ്മൾ ഹോഴ്സാണ് എനർജി പറയും. കുതിരയുടെ കണ്ണ് കെട്ടിയിട്ട് മുമ്പോട്ടേക്ക് കൊണ്ടുപോകാറ്. കാരണം ഇപ്പുറത്തോ അപ്പുറത്തോ എന്തെങ്കിലും പുല്ല് കണ്ടാൽ അത് അതിന്റെ വഴിക്ക് പോകും. ആ ഫോക്കസ് എനർജി അവിടെ സ്ട്രോങ് അല്ല. ഈ റൈനോ എനർജിയിൽ ഫോക്കസ് ആണ്. അതിന്റെ ഫോക്കസ് എന്താണോ അതിലൂടെയാണ് എന്തൊക്കെ സംഭവിച്ചാലും അതിന്റെ ആ ഒരു ലക്ഷ്യം എന്താണ്, ലക്ഷ്യത്തിലേക്കാണ് എത്തുന്നത്. ഏത് തരത്തിലുള്ള തടസ്സം അതിന്റെ മുമ്പിലുണ്ടെങ്കിൽ എന്റെ ലക്ഷ്യം കണ്ടാൽ ആ ലക്ഷ്യത്തിന് നേരെയായിരിക്കും അത് പോകുന്നത്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ പറയുന്നത് റൈനോസറസ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ പോവാതിരിക്കുക. കാരണം അത് അതിന്റെ ഒരു സ്പീഡ് വെച്ചിട്ട് അത് നേരെ കാണുന്ന ഇതിലേക്കാണ് ആള് പോകുന്നത്. പെട്ടെന്ന് വളഞ്ഞു പോയി കഴിഞ്ഞാൽ അത് നേരെ ഓടിപ്പോക്കോളും, പിന്നെ നമ്മുടെ പുറകെ വരില്ല. കാരണം അത് അത്രയും ആ ഒരു ഫോക്കസ് വെച്ചിട്ടാണ് നിൽക്കുന്നത്. ഫോക്കസ് മാറിപ്പോയി കഴിയുമ്പോഴത്തേക്കും അത് മനസ്സിലാക്കി വരാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത്, ആ ഒരു ഫോക്കസിലാണ് നിങ്ങളുടെ ലൈഫിൽ എന്താണോ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ജോലി ആയാലും മറ്റെന്ത് കാര്യമാണെങ്കിലും ആ ഒരു രീതി റൈനോ എനർജി അല്ലെങ്കിൽ ആ ഒരു സ്പിരിറ്റ് എന്താണോ അത് ആ ഒരു ഇതിൽ ഫോക്കസ് ചെയ്തിട്ട് ആ ഒരു ലെവൽ ഓഫ് ഫോക്കസിലൂടെ മുന്നോട്ടേക്ക് പോകുക എന്നുള്ളതാണ്. ആൻഡ് ഈ ഒരു എനർജി അല്ലെങ്കിൽ റൈനോ എനർജി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ മുമ്പിൽ എന്ത് തരത്തിലുള്ളൊരു തടസ്സമോ ചാലഞ്ചസോ എന്ത് വന്നിട്ടുണ്ടെങ്കിൽ കൂടിയും അത് നിങ്ങളെ മുന്നോട്ടേക്ക് പോകാൻ സഹായിക്കാതെ അല്ലെങ്കിൽ നിങ്ങളെ മുന്നോട്ടേക്ക് പോകാൻ അനുവദിക്കാതെ നിങ്ങളുടെ മുമ്പിൽ ഒരു തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട് എങ്കിൽ ഒരു പക്ഷേ ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ മുമ്പിൽ മറ്റെന്തെങ്കിലും, അതായത് ഈ ഒരു കാര്യം നിങ്ങളുടെ മുമ്പിലേക്ക് തടസ്സമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ അത് നിങ്ങൾക്കുള്ളതായിരിക്കില്ല, മറ്റെന്തെങ്കിലും ഇതിനേക്കാൾ മികച്ചതായിട്ടുള്ളത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു പ്രപഞ്ചശക്തി കാത്തുവെച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ്. ചില സമയങ്ങളിൽ നമ്മൾ മുമ്പിൽ കാണുന്നത് ഒരു തടസ്സമായിട്ട് കാണുന്ന കാര്യം എന്ന് വെച്ചാൽ അത് ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങളുടെ മുമ്പിൽ ഒരു എന്താ പറയുക, ഒരു സൈൻ തരാണ്, ഇതല്ല ഇങ്ങോട്ടേക്ക് പോകണ്ട, അതിന് മുമ്പിലൊരു തടസ്സം വയ്ക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വഴി തിരിഞ്ഞു പോവുക, ഇതിനേക്കാൾ മികച്ചത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു എന്നുള്ളൊരു എനർജിയാണ്. അപ്പോൾ ഈ ഒരു എനർജി നമ്മൾ നേരത്തെ പറഞ്ഞു, ലയൺ സ്പിരിറ്റിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തൊക്കെ നിങ്ങൾക്ക് വേണ്ട അപ്രിസിയേഷൻ കിട്ടുന്നില്ല, അതൊരു സൈനാണ്. ഇവിടെ നിങ്ങൾ തുടരേണ്ട ആവശ്യമില്ല, കാരണം ഇവിടെ തുടർന്നാൽ നല്ലതല്ല എന്നുള്ളത്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. കാരണം നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല സിറ്റുവേഷൻസ് എങ്ങനെയാണെന്നുള്ളത്. എന്നിട്ടും നമ്മൾ അവിടെ തന്നെ തുടരുന്നു. എന്നിട്ട് നമ്മൾ പറയും ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല, മാറ്റങ്ങളില്ല, അതില്ല, ഇതില്ല എന്നുള്ളത്.
പിന്നെ ഇവിടെ ഒരു എനർജി കാണിക്കുന്നത്, ഇവിടെ എന്തുകൊണ്ട് ദുബായ് എന്നുള്ളൊരു വാക്ക് കുറച്ചു നേരമായി തത്തിക്കളിക്കുന്നു മനസ്സിൽ. അല്ലെങ്കിൽ ഈ ഒരു വാക്ക് ദുബായ് അല്ലെങ്കിൽ യുണൈറ്റഡ് അറബ് കൺട്രീസിൽ എവിടെയെങ്കിലും ആ ഒരു പ്രദേശം അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്ത് എവിടേക്കെങ്കിലും ഒക്കെ പോകാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് ചില ആളുകൾക്ക്. ഇപ്പോൾ അത് വരുന്നപ്പോൾ പറഞ്ഞെന്ന് മാത്രം. കാരണം ദുബായ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും അറബ് കൺട്രീസിൽ അവിടെ ജോലി സംബന്ധമായിട്ട് നിങ്ങൾ ചിലപ്പോൾ പോകുന്നതായിരിക്കും, അല്ലെങ്കിൽ ഒരു യാത്ര പോകുന്നു എന്നുള്ളൊരു സിറ്റുവേഷൻ കൂടിയിട്ടാവാം അവിടെ ഉദ്ദേശിക്കുന്ന ആ ഒരു എനർജി. എന്തായാലും അങ്ങനെ ഒരു സ്ഥലത്തേക്കുള്ള ഒരു യാത്ര, ഒരു സഞ്ചാരം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ച്. അടുത്ത 60 ദിവസത്തിനുള്ളിൽ അങ്ങനെ ഒരു സാധ്യത കാണിക്കുന്നുണ്ട്. ഇപ്പം വിസയ്ക്ക് ശ്രമിക്കുന്നവരാണെങ്കിൽ അതൊരു ഗുഡ് ന്യൂസ് വരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. വോംബാറ്റ് എനർജിയാണ് ഇവിടെ. വോംബാറ്റ് എനർജി എന്ന് പറഞ്ഞാൽ ഫൈനലി ഹോം എനർജി, ബാക്ക് ഹോം എന്നുള്ളൊരു എനർജി കാണിക്കുന്നത്. അപ്പം അതായത് ചില ആളുകൾ നിങ്ങൾ ചിലപ്പോൾ എവിടെയെങ്കിലും യാത്ര പോയിട്ടുള്ളത്, ഇത് ഓരോരുത്തരുടെയും കാര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും കേട്ടോ. അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ എന്താ പറയുക, എവിടെയെങ്കിലും യാത്ര പോയിട്ടുണ്ടോ, ഇപ്പോൾ 1 മാസത്തേക്കൊക്കെ എന്തെങ്കിലും പോയതായിരിക്കും, 2-3 മാസത്തേക്ക് പോയതുമാവാം. അപ്പോൾ ചില ആളുകൾ ദൂരെ വിദേശത്ത് പോയിട്ടുണ്ടാവും, മക്കളുടെ അടുത്തോ സഹോദരങ്ങളുടെ അടുത്തോ സുഹൃത്തുക്കളുടെ അടുത്തോ ഒക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യമായിട്ട്. അപ്പോൾ തിരിച്ചു വീട്ടിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഹോം കമ്മിങ് എനർജിയാണ്. തിരിച്ചു വീട്ടിലേക്ക് തിരിച്ചു വീട്ടിൽ വന്നതിൻ്റെ ഒരു ഹാപ്പിനെസ് കാണിക്കുന്ന സിറ്റുവേഷൻ കാണിക്കുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ ചില ആളുകൾ ജോലിക്കൊക്കെ വിദേശത്തോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പോയത് നിങ്ങൾ ചിലപ്പോൾ ട്രാൻസ്ഫർ ആയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സിറ്റുവേഷൻ വന്നിട്ട് സന്തോഷകരമായിട്ടുള്ള സിറ്റുവേഷനാണ് കേട്ടോ. അതായത് ഒരു വീട്ടിൽ തിരിച്ചെത്തിയതിൻ്റെ സന്തോഷമാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തിരിച്ചു വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ വീടിനടുത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ജോലി കിട്ടുന്നതാവാം, അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ തിരിച്ചു വന്നു, വീട്ടിൽ നിന്ന് ഇനി ജോലിക്ക് പോകുക, അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ പുറത്ത് പഠിക്കാൻ പോയവരാണെങ്കിൽ തിരിച്ചു വീട്ടിലേക്ക് വരുന്നു. അപ്പോൾ ബാക്ക് ഹോം എന്നുള്ളൊരു അങ്ങനെ ഒരു എനർജിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഈ ഒരു എനർജി ഈ ഒരു എനർജി എന്ന് പറയുന്നത് നമ്മളെ പല ആളുകളെ സംബന്ധിച്ചിടത്തോളം ഹോം സ്വീറ്റ് ഹോം നമ്മൾ പറയുമല്ലോ, നമ്മുടെ സ്വന്തം വീട് എന്ന് പറയുന്നത് എപ്പോഴും അവിടെ നമുക്കുള്ള നമ്മുടെ ഒരു ഒരു കംഫർട്ട് സോണാണ്. പലരെ സംബന്ധിച്ച് നമ്മൾ വിത്തിൻ യുവർ ഓൺ സ്കിൻ നമ്മുടെ തന്നെ വളരെ കംഫർട്ടബിൾ ആയിട്ട്, എല്ലാവർക്കും ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളത് എന്ന് പറയുന്നത് അവരുടെ വീടാണ്. പൊതുവിൽ നമ്മൾ നോർമൽ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് കേട്ടോ പറയുന്നത്, അല്ലാത്തവരും ഉണ്ട്. അപ്പോൾ ഇതിവിടെ സൂചിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ചുറ്റുപാടും, ചില ആളുകളെ സംബന്ധിച്ച് ചിലപ്പോൾ ബാക്ക് ഹോം എന്ന് ഉദ്ദേശിച്ച് നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ആളുകൾ നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്ന ആളുകൾ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതും ആവാം. ഓക്കെ, നിങ്ങളിപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു വരുന്നതല്ല എങ്കിൽ യു ഫീൽ ലൈക്ക് ഹോം എന്ന് വെച്ചാൽ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ, മറ്റുള്ളവരൊക്കെ നിങ്ങളെ എങ്ങനെയാണോ അങ്ങനെ തന്നെ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ചില ആളുകൾക്ക് ചിലപ്പോൾ ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ചിലപ്പോൾ കംഫർട്ടബിൾ അല്ലായിരിക്കും. നിങ്ങൾ എന്താണോ അതിൽ നിങ്ങൾ കംഫർട്ടബിൾ അല്ലായിരിക്കും. ചിലപ്പോൾ ചില ആളുകൾ ചിന്തിക്കുന്നത് മറ്റുള്ളവരെ, അപ്പോൾ ചില സമയങ്ങളിൽ മറ്റിടങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ചില കുറച്ചുകൂടി നിങ്ങളെങ്ങനെയാണോ നിങ്ങളുടെ ചുറ്റുപാട്, നിങ്ങളുടെ വസ്ത്രം, ലൈഫ് സ്റ്റൈല്, മറ്റു കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നിങ്ങളൊരു പുതിയ ഇടത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ആളുകൾ വ്യത്യസ്തരായിരിക്കും. അപ്പം അവരുടെ കൂട്ടത്തിൽ കൂടെ നിങ്ങൾ എന്താണോ അതല്ലാതായി മാറി നിങ്ങൾ മുഖത്തൊരു മുഖംമൂടി അണിഞ്ഞിട്ട് നിങ്ങൾ അല്ലാത്തത് എന്താണോ ആ മാസ്ക് അണിഞ്ഞ് നിങ്ങൾ മാറാണ്. അപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത് ഈ ഒരു വോംബാറ്റ് എനർജി പറയുന്നത് ആ ഒരു ഫോൾസ് ഇമേജ് അല്ല അവിടെ കൊടുക്കേണ്ടത്. നിങ്ങൾ എന്താണോ അതാണ് അവരുടെ മുമ്പിൽ കാണിക്കുക. അവർ ആ ഒരു ഒതന്റിസിറ്റിയാണ് മറ്റുള്ളവർ അക്സെപ്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത്. കാരണം ആ ഒരു എനർജിയാണ് അവിടെ ഉള്ളത്. അപ്പോൾ നിങ്ങൾ എന്താണോ അത് മറച്ചു വെക്കാതിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആരാണോ, നിങ്ങൾ എന്താണോ, എങ്ങനെയാണോ എന്നുള്ളത് ഇപ്പോൾ അവരുടെയൊക്കെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളും വെച്ചിട്ട് അവർ നിങ്ങളുടെ കൂടെ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ നിങ്ങൾക്ക് കംഫർട്ടബിൾ അല്ലാതെ തോന്നുന്നത് അത് നിങ്ങളുടെ അപകർഷതാബോധം കൊണ്ടിട്ടാണ് എങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു കമ്പനിയിൽ ധൈര്യമായിട്ട് നിങ്ങളായിട്ട് നിലനിൽക്കാം. അവർ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുക. അവർ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ നിങ്ങളുടെ ഉള്ളിലായിരിക്കും അപകർഷതാബോധമുള്ളത്. ഇനി അങ്ങനെ അല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മാറേണ്ട ആവശ്യവുമില്ല. അവരെ നിങ്ങൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല നിങ്ങൾ മാറിയാലും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. ബി കംഫർട്ടബിൾ വിത്തിൻ യുവർ സ്കിൻ, നിങ്ങളിൽ തന്നെ നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി നമ്മൾ പൈൽ നമ്പർ 3യിലേക്ക് കടക്കാം. സോ പൈൽ നമ്പർ 3. പൈൽ നമ്പർ 3 നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് സ്പിരിറ്റ് ഗൈഡ്സ് നൽകുന്ന സന്ദേശം പൈൽ നമ്പർ 3. White Raven Spirit, Magic, Veil Spirit, Magic, Mysticism, ഇത് ഒരു മിസ്റ്റിക് സ്പിരിച്വൽ എനർജിയാണ് നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. ഇന്നത്തെ 3 റീഡിങ്സും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എനർജീസ് ആണ്. ഓൾ എനർജി അഗെയിൻ ancestors, spirits, mystery, mysticism, magic, witchcraft അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി, ഹീലിംഗ്, അങ്ങനെയുള്ള എനർജീസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ആ ഒരു ടൈപ്പ് ഓഫ് എനർജിയാണ്. ഫസ്റ്റ് തന്നെ റേവൻ എനർജിയാണ്, വൈറ്റ് റേവൻ എനർജി. ഈ ഒരു എനർജി എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും നമ്മളുടെ ഈ ഒരു എനർജി നമ്മൾ പറയും ആന, നമ്മൾ പറയില്ല കറുത്ത ആന, അതേപോലെ തന്നെ ഐരാവതം എന്ന് പറയും. ഇന്ദ്രന്റെ അതായത് ദേവലോകത്തെ ആനയാണ്. വെളുത്ത ആന ഒന്നേ ഉള്ളത് ഐരാവതമാണ്, ദേവലോകത്തെ ആന എന്ന് പറയും. അതേപോലത്തെ ഒരു എനർജിയാണ്. നമ്മൾ റേവൻ എന്ന് പറയുമ്പോൾ പൊതുവെ ബ്ലാക്ക് ആണ് തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും. പക്ഷെ ഇവിടെ വൈറ്റ് റേവൻ എനർജിയാണ്. സംതിങ് സ്പെഷ്യൽ. ഈ ഒരു ഇത് ഒന്നേ ഉള്ളൂ എന്ന് നമ്മൾ പറയുള്ളൂ. അതേപോലെയാണ് ഈ ഒരു എനർജി നിങ്ങളുടെ മുമ്പിലേക്ക് വരും. നിങ്ങളോട് സൂചിപ്പിക്കുന്ന പല സിങ്ക്രോണിസിറ്റീസും സൈൻസും ഒക്കെ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. ഇപ്പം ഇവിടുത്തെ എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഒരു ഭയങ്കരമായിട്ടുള്ള മാറ്റമുണ്ട്. സ്പിരിച്വൽ സൈഡിലാണ്. അപ്പം നമ്മൾ സ്പിരിച്വൽ സൈഡിലാണ്, ആത്മീയതയിലാണ് മാറ്റം വരുന്നതെന്ന് പറയുമ്പോൾ പലരും ചിന്തിക്കാൻ തുടങ്ങും ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ മാറ്റം വരുമ്പോൾ അത് അവിടെ മാത്രം നിൽക്കുന്ന കാര്യമാണ്. ഒരിക്കലും അല്ല. നമ്മൾ ആത്മീയ കാര്യത്തിൽ മാറ്റം വരുമ്പോൾ നമ്മുടെ അതായത് നമ്മൾ ആത്മീയമായിട്ട് നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് മുന്നോട്ട് നിൽക്കുമ്പോൾ നമ്മുടെ ഷാഡോ സെൽഫ് അല്ലെങ്കിൽ നമ്മുടെ നെഗറ്റീവ് സൈഡ്, നമ്മുടെ ഡാർക്ക് സൈഡൊക്കെ മാറി നിൽക്കുമ്പോൾ, നമ്മുടെ പോസിറ്റീവ് സൈഡ് മുമ്പിൽ നിൽക്കുമ്പോൾ, ആത്മീയമായിട്ടുള്ള കാര്യത്തിൽ മുന്നേറുമ്പോൾ നമ്മളുടെ മനസ്സ് നമ്മളുടെ പിടിയിലായിരിക്കും. ഇപ്പോൾ നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്ക് ദേഷ്യം ഉണ്ടാവില്ല, നമുക്ക് വാശി ഉണ്ടാവില്ല, അനാവശ്യമായിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവില്ല. നമുക്ക് ഹാപ്പിനെസ്, ഉള്ളിൻ്റെ ഉള്ളിലൊരു സംതൃപ്തിയായിരിക്കും. സന്തോഷം എന്നതിനേക്കാൾ കൂടുതൽ തീർച്ചയായിട്ടും സന്തോഷം തന്നെയാണ്, അത് സംതൃപ്തി എന്നുള്ളതാണ്. അത് നമ്മുടെ ജോലിയിൽ റിഫ്ലക്റ്റ് ചെയ്യണം. നമ്മുടെ പേഴ്സണൽ ലൈഫിലും നമ്മുടെ പ്രൊഫഷണൽ ലൈഫിലും. സാമൂഹിക ജീവിയാണ് മനുഷ്യൻ. സമൂഹത്തിലൊക്കെ എല്ലായിടത്തും റിഫ്ലക്റ്റ് ചെയ്യും. ഇത് സൂചിപ്പിക്കുന്നത് ഇപ്പോഴത്തെ നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന സിറ്റുവേഷൻ എന്താണോ നമ്മൾ അതിനനുസരിച്ചിട്ട് മുന്നോട്ടേക്ക് പോകും. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു മാജിക് സ്പിരിറ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പലതും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പലതും പ്ലാൻ ചെയ്യുന്നു. ഓക്കെ, ആ ഒരു എനർജിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങളുടെ ഗുഡ് ഇൻറ്റൻഷൻസ്, നല്ല നിങ്ങളുടെ മൈൻഡിലുള്ള പോസിറ്റീവ് എനർജീസ് ആ ഒരു പ്രപഞ്ച ശക്തി നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു വൈറ്റ് റേവൻ എനർജി എന്ന് പറഞ്ഞാൽ ഒരു മെസ്സഞ്ചറാണ് ശരിക്കും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. എല്ലാ കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിച്ച ലെവലിലേക്ക് വന്നെത്തിക്കുന്നു എന്നുള്ളൊരു എനർജി, ഒരു പോസിറ്റിവിറ്റിയാണ് നിങ്ങളിലേക്ക് കൊണ്ടെത്തി. യൂണിവേഴ്സ് എന്താ പറയുക, നമ്മൾ പറയല്ലോ, നിങ്ങൾ ഷാരൂഖ് ഖാന്റെ ഫിലിമിലെ ഡയലോഗ് പോലെ തന്നെ ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങളിലേക്ക്, നിങ്ങൾ അത്രത്തോളം അത്യധികം ഇത്തിനി ഷിദ്ദത്ത് സെ ആ ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ടായിട്ടുണ്ടെങ്കിലും അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങളുടെ പുറകിലായിട്ടൊരു കോൺസ്പിറസി നടത്തുകയാണ് ആ ഒരു പ്രപഞ്ചശക്തി എന്ന് പറയുന്ന പോലെ. ഇപ്പോഴാണ് ഒരു ടൈം, ട്രസ്റ്റ് ഇൻ ദ മാജിക്. ദിസ് ഇസ് ദ ടൈം ടു ട്രസ്റ്റ് ഇൻ ദ മാജിക്. ആ ഒരു മാജിക്കിൽ നിങ്ങൾ വിശ്വസിക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് ശരിക്കും നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ വിട്ടുപോകുന്ന പല കാര്യങ്ങളും പലപ്പോഴും നമ്മൾ ചിലപ്പോൾ ഒന്നുമല്ലാന്ന് ചിന്തിച്ച കാര്യമായിരിക്കും. അത് നമ്മളെ ശരിക്കും മുന്നോട്ടേക്ക് നയിക്കാനുള്ള ഒരു സൂചനയാണ്. സൈൻ, സിങ്ക്രനിസിറ്റി, നമ്മളെ ഏഞ്ചൽ നമ്പേഴ്സ് ഒക്കെ പറയുന്ന പോലെ അത് നമ്മൾക്കൊരു സൂചനയാണ്. ആ സൂചന നമുക്ക് നൽകുന്ന സന്ദേശം അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. ആസ് ഇഫ് ഒരു മാജിക് പോലെ എല്ലാം കൃത്യമായിട്ട് സംഭവിക്കുകയാണ് നിങ്ങളുടെ ലൈഫിൽ.
നിങ്ങളുടെ വേൾഡ് ഇസ് ഫുൾ ഓഫ് മാജിക്. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ലൈഫിൽ. അപ്പോൾ അതിന് ആദ്യം ചെയ്യേണ്ടത് കിടന്ന് ഉറങ്ങാതിരിക്കുക, എണീറ്റിരിക്കുക. ഉറങ്ങാതിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിസിക്കലി കിടന്ന് ഉറങ്ങാതിരിക്കുക എന്നുള്ളതല്ല, നമ്മൾ ജാഗ്രതയിലിരിക്കുക, awake ആയിട്ടിരിക്കുക, അലേർട്ടായിട്ടിരിക്കുക. കാരണം നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങളോട് പറയുന്നത്, സ്പിരിറ്റ് ഗൈഡ്സ് വോണ്ട് യു ടു എൻജോയ്. നിങ്ങളുടെ ചുറ്റുമുള്ള നടക്കുന്ന മാജിക് ഉണ്ടല്ലോ, അത് നിങ്ങൾ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം കൂടിയിട്ടാണ്. എല്ലാ സമയങ്ങളിലും നമ്മുടെ ലൈഫിൽ പല സിങ്ക്രണിസിറ്റി സൈൻസും ഒക്കെ ഉണ്ടാവും. ചിലത് വളരെ സ്ട്രോങ് ആവും, അപ്പോഴാണ് നമ്മളത് ശ്രദ്ധിക്കുക. ചില ആളുകൾ എത്ര സ്ട്രോങ് ആയിട്ട് സംഭവിച്ചാലും ശ്രദ്ധിക്കില്ല. കാരണം ഇപ്പോഴത്തെ ഈ ഒരു എനർജിയിൽ പല സ്ട്രെസ്സും, ചിലപ്പോൾ വർക്ക് ലോഡ് കൂടുതലായിരിക്കും, വീട്ടിൽ ഒത്തിരി സിറ്റുവേഷൻ. നമ്മൾ പറയില്ല, ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ ഒത്തിരി പ്രശ്നങ്ങളുള്ള ആളുകളുണ്ടാവും. അവരുടെ പ്രശ്നങ്ങൾ പലപ്പോഴും ജീവിതകാലം മുഴുവൻ ഉണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ കുറേ നാളത്തേക്ക് അത് മാറുന്നുണ്ടാവില്ല. അവര് ആ പ്രശ്നത്തിലാണ് മുഴുകിയിരിക്കുന്നത്, അതിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പ്രശ്നത്തിൽ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ ചുറ്റുമുള്ള ഈ സയൻസ് സിങ്ക്രണിസിറ്റീസ് ഒന്നും നോക്കില്ല. അത് നോക്കാതിരിക്കുമ്പോൾ എങ്ങനെയാണ് പോകേണ്ടത്, ഏത് വഴിക്കാണെന്ന് അവർക്ക് മനസ്സിലാവില്ല. അത് മനസ്സിലാക്കാതെ വരുമ്പോൾ പിന്നെ ആ വഴിയിലേക്ക് അവർ സഞ്ചരിക്കില്ല. നമ്മൾ പറയുമല്ലോ, നമ്മൾ ഒരു സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ അതിനൊരു പ്രത്യേക വഴിയുണ്ട്. ആ വഴിയിലൂടെ സഞ്ചരിച്ചാൽ മാത്രമാണ് അവിടെ എത്തുക. അല്ലാതെ നമ്മൾ ഏത് വഴി പോയാലും അവിടേക്ക് എത്തണമെന്നില്ല. അപ്പോൾ ഈ ഒരു എനർജി മനസ്സിലാക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വളരെയധികം സ്ട്രെസ്സും ടെൻഷനും പ്രഷറും ഒക്കെ ആകുമ്പോൾ നമ്മൾ കാണേണ്ടത് കാണില്ല. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക, നിങ്ങൾ ആ ഒരു നെഗറ്റീവ് എനർജി മനസ്സിലേക്ക് കളയാൻ ചെയ്യേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് വെയിൽ സ്പിരിറ്റ് ആണ്. വെയിൽ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു മിസ്റ്ററി ഉണ്ടല്ലോ, നമ്മുടെ ലൈഫിൽ എന്തൊക്കെയോ നിഗൂഢതകൾ നമുക്ക് തന്നെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ഒരു നിഗൂഢത എന്താണെന്ന് ചില സിറ്റുവേഷനിൽ നമ്മൾ ചില നിഗൂഢതകൾ, ഇപ്പം നമ്മൾ സയൻസ് ആൻഡ് സിഗ്നസിനെ കുറിച്ച് പറഞ്ഞു, പക്ഷേ ചില നിഗൂഢതകൾ ഉണ്ടല്ലോ, നമ്മൾക്കത് പിടിതരാൻ കുറച്ച് വൈകും. അതായത് വെള്ളത്തിലേക്ക് വീണു പോയാൽ വഴുതി പോകുന്ന മത്സ്യത്തെ പോലെ ആ ഒരു പിടിതരാതെ പോകുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ നമ്മളതിനെ പിടിക്കാനായിട്ട് പോകാതിരിക്കുക എന്നുള്ളതാണ്. കാരണം അത് നമ്മളിലേക്ക് വരും. അത് നമ്മളിലേക്ക് വരേണ്ടുന്ന സമയത്ത് അത് നമ്മളിലേക്ക് എത്തും. പക്ഷേ നമ്മളത് അതിനെ ഓടിച്ചിട്ട് പിടിക്കുകയല്ല വേണ്ടത്. മറിച്ച് ഓരോ പ്രാവശ്യം അത് നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾ ഓരോ സൈൻസ് തരുന്നുണ്ടാവും, അതെല്ലാം കൂട്ടിച്ചേർത്ത് വെച്ച് വായിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഓരോ പ്രാവശ്യം നമ്മൾക്ക് ഓരോ വേർഡ്സ്, ഇപ്പം നമ്മൾ പറയുമല്ലോ, നമ്മൾ ഡംസ്ട്രാജ് കളിക്കുമ്പോൾ നമുക്ക് ഓരോ വാക്കുകളായിട്ട് പറയും. ആദ്യത്തെ വാക്ക്, പിന്നെ രണ്ടാമത്തെ വാക്ക്, അങ്ങനെ നമ്മൾ ആ ഓരോന്നും ഓരോ പ്രാവശ്യം സൂക്ഷിച്ചു വെച്ച് നമ്മൾ അതിനെ വിശ്വസിക്കുക. അതായത് നിങ്ങളുടെ മുമ്പിൽ നിങ്ങളിലേക്ക് വരുന്ന ആ ഒരു മാജിക് ഉണ്ടല്ലോ, ആ ഒരു മാജിക്കിനെ നിങ്ങൾ വിശ്വസിക്കുക. ഈ ഒരു വെയിൽ എനർജി വെയിൽ എന്ന് പറയുമ്പോൾ തന്നെ കോസ്മോസ് ആണ്, ആ ഒരു കണക്ഷനാണ്. വെയിലിന്റെ എനർജി എന്ന് പറയുമ്പോൾ ഈ ഒരു ഏൻഷ്യൻ ക്രീച്ചറാണ് അത്. അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ടൈം, ആ ഒരു ലോകത്തിന്റെ തുടക്കത്തിലെ സമയത്ത് എന്നുള്ളൊരു എനർജിയാണ് ഇത് ഫീൽ ചെയ്യിക്കുന്നത്. അതായത് ഈ ഒരു യൂണിവേഴ്സ്, ഈ ഒരു പ്ലാനറ്റിന്റെ ട്രാൻസ്ഫോർമേഷൻ കണ്ടിട്ടുള്ള ഒരു ജീവി എന്നുള്ള രീതിയിൽ അന്ന് മുതൽ പല ഒളിച്ചു വെച്ചിട്ടുള്ള പല സത്യങ്ങളും പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു ക്രീച്ചർ. അതുകൊണ്ട് തന്നെ അതുപോലെയുള്ള ഒരു എനർജിയാണ് ഒരു മാനിഫെസ്റ്റ്. നിങ്ങൾ എന്തിൽ നിന്ന് എന്തിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ. ഇതേ സംബന്ധിച്ച് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു മാജിക് അല്ലെങ്കിൽ ഈ ഒരു മിസ്റ്ററിയിൽ മുഴുകുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ എന്താണ് സംഭവിക്കുന്നത്, എങ്ങനെയാണെന്നൊന്നും കാണാൻ പറ്റുന്നുണ്ടാവില്ല. അതായത് ഒറ്റയടിക്കൊന്നും എല്ലാം അറിഞ്ഞെന്ന് വരില്ല. പക്ഷെ നിങ്ങൾ ഇപ്പോൾ വേണ്ടുന്ന ക്ഷമയാണ്, പേഷ്യൻസ് ആവശ്യമാണ്. ഇംപേഷ്യൻസ്, അക്ഷമരായിട്ടിരുന്നാൽ ഇവിടെ എന്താണ് സംഭവം, നമ്മളെപ്പോഴും മാനിഫെസ്റ്റേഷനിൽ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും. അത് കഴിഞ്ഞ് നിങ്ങൾ വളരെ അക്ഷമരാവും, ഇത് എന്ന് ശരിയാവും. അപ്പോൾ ഈ അക്ഷമ എന്ന് പറയുന്ന കാര്യം, ക്ഷമയില്ലായ്മ, യൂണിവേഴ്സിന് അത്രയ്ക്ക് പിടിക്കുന്ന ഒരു കാര്യമല്ല. കാരണം ക്ഷമയുള്ള ഒരു കുട്ടിയാണ് യൂണിവേഴ്സിന് ഇഷ്ടം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ടിരിക്കുക.
കുറഞ്ഞ പക്ഷം മാനിഫെസ്റ്റേഷന്റെ കാര്യത്തിലെങ്കിലും കേട്ടോ. നമ്മൾ മാനിഫെസ്റ്റേഷന്റെ കാര്യത്തിൽ എത്രത്തോളം ക്ഷമയോടെ ഇരിക്കുന്നു, അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, എഴുതി വെക്കുക, അത് കഴിഞ്ഞ് പിന്നെ പൂർണ്ണമായിട്ടും അതിനെ മറക്കുക. എന്ന് വെച്ചാൽ നമ്മളിവിടെ കൊടുക്കുന്ന സന്ദേശം, യൂണിവേഴ്സിന് കൊടുക്കുന്ന സന്ദേശം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മാനിഫെസ്റ്റേഷൻ എന്താണ് ചെയ്യാനുള്ള നമ്മുടെ പ്രവൃത്തി, നമ്മളുടെ കർമ്മം നമ്മളത് ചെയ്തു, യൂണിവേഴ്സിലേക്ക് പാസ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ ടോട്ടലി മറന്നുപോയാൽ സംഭവിക്കുന്നത്, യൂണിവേഴ്സിന് പോകുന്ന ആ ഒരു എനർജി എന്ന് പറഞ്ഞാൽ, ഐ ബിലീവ് യു, ഐ ഹാവ് ഡൺ മൈ പാർട്ട്, നൗ ആ ഒരു പ്രപഞ്ചശക്തി, ഒരു യൂണിവേഴ്സ് ആണ് അതിന്റെ പാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളുടെ പാർട്ട് നിങ്ങൾ ചെയ്തു. പൂർണ്ണമായിട്ടുള്ള വിശ്വാസമുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള വിശ്വാസമുള്ള ആളർ കണ്ണടച്ച് അത് പൂർണ്ണമായിട്ടുള്ള വിശ്വാസത്തിൽ അർപ്പിച്ചിട്ട് പിന്നെ അതിനെക്കുറിച്ച് മറന്നു. പിന്നെ അത് സംഭവിക്കുമ്പോഴാണ് മനസ്സിലാവും, ഇത് സംഭവിച്ചു, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു, ഐ എക്സ്പ്രസ് മൈ ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളത് പറയുന്നത്. അപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിലീഫ് നിങ്ങൾ പലപ്പോഴും ധൃതി വെക്കുന്ന എന്താ, സ്വയം ഒരു വിശ്വാസമില്ലായ്മ, തിടുക്കം, പ്രപഞ്ചശക്തിയിൽ വിശ്വാസമില്ലായ്മ, അതൊക്കെയാണ് ഇവിടെ സൂചിപ്പിക്കുക. അതുകൊണ്ട് ക്ഷമ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്, മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു മെസ്സേജാണ്. നെക്സ്റ്റ് വന്നിട്ട് ഔൾ എനർജിയാണ്. സോ വീണ്ടും എഗെയിൻ പൈൽ നമ്പർ 3യുടെ ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ, മാജിക്, നിങ്ങൾ മാജിക്കിൽ വിശ്വസിക്കുക, ചില എനർജി ഓഫ് മാനിഫെസ്റ്റേഷനിൽ വിശ്വസിക്കുക, ലോ ഓഫ് അട്രാക്ഷൻ, മറ്റ് കാര്യങ്ങളിൽ. അതേപോലെ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ്, നിങ്ങളുടെ പൂർവികരാണ്. ഔൾ എനർജി അതേപോലെ സമൃദ്ധിയും കൂടിയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ ലക്ഷ്മി ദേവിയുടെ എന്താണ് പക്ഷിയാണ് നമ്മൾ ഔൾ, മൂങ്ങ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ വെസ്റ്റേൺ, അല്ലെങ്കിൽ ഇപ്പോൾ സൗത്ത് അമേരിക്കൻ, അല്ലെങ്കിൽ മറ്റ് ഇതിലുള്ള കൾച്ചറിൽ പറയുമ്പോൾ ഔൾ എന്ന് വെച്ചാൽ വളരെ വിസ്ഡമാണ് സൂചിപ്പിക്കുന്നത്, ജ്ഞാനമാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ ആൻസിസ്ട്രൽ എനർജി, ആൻസിസ്റ്റേഴ്സ് നമ്മൾക്ക് എന്തെങ്കിലും സന്ദേശം തരാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ ഇത് സൂചിപ്പിക്കുന്നത് നമ്മളിലേക്ക് ആ ഒരു സന്ദേശം വളരെ വ്യക്തമായിട്ട് എത്തിക്കുന്ന ഒരു എനർജി എന്നുള്ള രീതിയിൽ നമുക്കിതിനെ, ഈ ഒരു എനർജിയെ കരുതാം. കാരണം ഈ ഒരു ഔൾ സ്പിരിറ്റ് വന്നാൽ നിങ്ങൾക്ക് വ്യക്തമാകാത്ത പല കാര്യങ്ങളും വ്യക്തമാകുന്നു എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വളരെ, ഫസ്റ്റ് തന്നെ നിങ്ങളുടെ എനർജി മാജിക്കിൽ വിശ്വസിക്കാം. സെക്കൻഡ്, ഒറ്റയടിക്കൊന്നും എല്ലാം നടക്കില്ല. അതായത് ക്ഷമ അനിവാര്യമായിട്ടുണ്ട്. ചില കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവില്ല, അതിന് സമയമെടുക്കും. പക്ഷെ സമയമെടുത്താലും യു സീ ക്ലിയർലി. അതായത് ചില ആളുകൾക്ക് ഇത് പറയുകയാണെങ്കിൽ പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ എനർജി ആവാം. പാസ്റ്റിൽ നിങ്ങൾ വിശ്വസിച്ചിരുന്നില്ല എങ്കിൽ വിശ്വസിക്കുന്നു. ദെൻ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ പലതും നിങ്ങൾക്ക് ക്ലിയർ ആകുന്നില്ല. അപ്പോൾ നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആകുന്നു, ഇംപേഷ്യന്റ് ആകുന്നു. പക്ഷെ ഫൈനലി നിങ്ങൾക്ക് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതായത് എത്രത്തോളം ഇരുണ്ട രാത്രിയാണെങ്കിലും ഈ ഒരു മൂങ്ങയ്ക്ക് അത് കൃത്യമായിട്ട് കാണാൻ പറ്റും, ക്ലിയർ ആയിട്ട്. അത് സൂചിപ്പിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് എപ്പോഴും ഈ ഒരു എനർജി സൂചിപ്പിക്കുന്നത് തെളിച്ചം ലൈഫിൽ ഉണ്ടാവുകയാണ്, ക്ലാരിറ്റി ഉണ്ടാവുകയാണെന്ന് മാത്രമല്ല, ചിലപ്പോൾ ഓരോരുത്തർക്കും ഓരോ വ്യത്യസ്തമായിട്ടുള്ള കാര്യത്തിൽ കൂടിയാവും. ചിലപ്പോൾ ചില ആളുകൾക്ക് റിലേഷൻഷിപ്പിൽ ക്ലാരിറ്റി ഉണ്ടായി കാണില്ല. അപ്പോൾ ചിലപ്പോൾ പ്രണയത്തിലായിരുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഈവൻ വിവാഹം കഴിഞ്ഞവരും ആയിരിക്കാം. നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ ഇത് ഒത്തുപോകില്ല, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയാണോ എന്നുള്ളൊരു സംശയമുള്ളവർക്ക് ഓക്കെ ഇതാണ് ഞാൻ ആഗ്രഹിച്ച പോലത്തെ വ്യക്തി, അങ്ങനെ പല കാര്യങ്ങളും ക്ലാരിറ്റി കിട്ടും. അതേപോലെ നിങ്ങളുടെ ഫിനാൻസ്, ചിലപ്പോൾ ബഡ്ജറ്റിങ് ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളായിരിക്കാം, ജോലി സംബന്ധമായിട്ട് കരിയറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള എന്തൊക്കെ തന്നെ ആയാലും ശരിയായിട്ടുള്ള വ്യക്തമായിട്ടൊരു ധാരണ, ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടുകയാണ്. ചില ആൾ വളരെ ഓവർവെൽംഡ് ആയിട്ടിരിക്കുന്നുണ്ടാവും. അതേപോലെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ട്. കാരണം ഇപ്പോൾ പല ഇൻഫർമേഷൻ ക്ലാരിറ്റി ഉണ്ടാവും പറഞ്ഞു. ഇപ്പോൾ പല ഇൻഫർമേഷൻ ഓവർലോഡാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി ടു മച്ച് ഇൻഫർമേഷനാണ്. അതേപോലെ തന്നെ വളരെയധികം പോസിറ്റീവ് കണക്ഷൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതും, വിസ്ഡം, ജ്ഞാനം, അതേപോലെ തന്നെ നിങ്ങളുടെ ഫീലിങ്സ്, എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഫീൽ ചെയ്യുന്നത്, ഓക്കെ, ഈ ഒരു ഫീലിംഗ് എന്നിലേക്ക് എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നു. അതേപോലെ തന്നെ കാര്യങ്ങൾ വ്യക്തത നിങ്ങളുടെ ഉള്ളിൽ വരുന്നു എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത് ചില സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഫ്രസ്ട്രേറ്റഡ് ആവുന്നുണ്ട്, ഒന്നും ക്ലിയർ ആവുന്നില്ല എങ്കിൽ ടേക്ക് എ വോക്ക്. നമ്മുടെ നേച്ചർ നമ്മളെ വളരെയധികം സഹായിക്കുന്നുണ്ട്. ഒരു യാത്ര പോകുക, അല്ലെങ്കിൽ ഒന്ന് നടക്കുക, അതായത് പ്രകൃതിയിലൂടെ. അപ്പോൾ മരങ്ങൾ, ചെടികൾ, പ്രകൃതി നിങ്ങൾക്ക് വളരെയധികം
ക്ലാരിറ്റി കൊണ്ടുതരുന്ന ഒന്നാണ്. അപ്പോൾ ഗാർഡനിങ് ഇഷ്ടമുള്ളവരാണ്, അല്ലെങ്കിൽ നടക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ പാർക്ക്, മരങ്ങൾ, ചെടികൾ, ഇതൊക്കെ നിങ്ങൾക്ക് വളരെയധികം ക്ലാരിറ്റി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എന്തായാലും ഇവൻച്വലി നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ക്ലാരിറ്റിയിലേക്ക് വരുന്നുണ്ട്. പക്ഷെ ചില ആളുകൾക്ക് ഭയങ്കരമായിട്ട് ഒത്തിരി നാളുകളായിട്ട് ക്ലാരിറ്റി ഇല്ലാതിരിക്കുന്നുണ്ടാവും കുറേ ശ്രമിച്ചിട്ട്. അപ്പോൾ ഒന്ന്, നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം പേഷ്യൻസ്. പിന്നെ രണ്ട്, ഒരു സ്ട്രെസ്സൊക്കെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നേച്ചർ വോക്ക് നടത്തുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.